അനന്തപുരിയിലെ ആഴിമലയിലേക്കാണ് ബാവ്യൂസ് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. അതിമനോഹരമായ ശിവശില്പമാണ് അവിടുത്തെ കാഴ്ച. ഒന്ന് കണ്ടു നോക്കൂ. കിഴക്കേക്കോട്ടയിൽ നിന്ന് ഏകദേശം 20 കിലോമീറ്റർ തെക്ക് മാറിയാണ് ആഴിമല സ്ഥിതി ചെയ്യുന്നത്. കിഴക്കേക്കോട്ടയിൽ നിന്നോ തമ്പാനൂരിൽ നിന്നോ വിഴിഞ്ഞം വഴി പൂവാർ പോകുന്ന ബസ്സിൽ കയറിയാൽ ആഴിമലയിൽ എത്തിച്ചേരാം. സ്വന്തം വാഹനത്തിലാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ തിരുവനന്തപുരത്ത് നിന്ന് കോവളം വഴി വിഴിഞ്ഞത്ത് എത്തും. അവിടെ നിന്ന് പൂവാർ ഭാഗത്തേക്ക് 6 കിലോമീറ്റർ സഞ്ചരിച്ചാൽ വലതു ഭാഗത്തായി ആഴിമല ക്ഷേത്രത്തിൻ്റെ പ്രവേശന കവാടം കാണാം. ക്ഷേത്ര കവാടത്തിൽ നിന്ന് 500 മീറ്റർ അകലെയാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഈ വഴികളിലൂടെ സഞ്ചരിച്ച് നമ്മൾ നേരെ എത്തിച്ചേരുന്നത് ക്ഷേത്രത്തിലാണ്. അങ്ങനെ നമ്മൾ മനോഹരമായ ആഴിമല ശിവക്ഷേത്രമുറ്റത്ത് എത്തിച്ചേർന്നിരിക്കുന്നു. അനന്തപുരിയിലെ വളരെ ആകർഷണീയമായ സ്ഥലമാണ് ആഴിമല. കടലിനോട് ചേർന്ന് കിടക്കുന്ന മനോഹരമായ ഒരു പ്രദേശമാണ് ആഴിമല. പത്മനാഭൻ്റെ നാട്ടിൽ നമ്മളെ ഏവരെയും മനസ്സിനെ മാസ്മരമാക്കുന്ന തരത്തിലുള്ള ശില്പമാണ് ശിവഭഗവാന്റേത്. അതെത്ര മനോഹരമാണ്! ശില്പകല നമുക്ക് സമ്മാനിച്ചിരിക്കുന്നത് ഈ തലമുറയിലെ ഒരു അനുഗ്രഹീതനായ ശില്പിയാണ്. അദ്ദേഹത്തിൻ്റെ നാമം ദേവദത്തൻ എന്നാണ്. നോക്കൂ, എത്ര മനോഹരമായ ഈ അറബിക്കടലിനരികിലാണ് നമ്മുടെ ഈ ശിവശില്പം. എത്ര മനോഹരമാണിത്! അതിമനോഹരമായ ഈ ശിവശില്പം നമ്മുടെ മനസ്സിനും കണ്ണിനും കുളിർമയേകുന്നു. അത്രയ്ക്ക് അതിമനോഹരമാണ്. ഗംഗാധീശ്വരനായ ശിവഭഗവാന്റെ ഭാവങ്ങൾ ഓരോന്നായി നമുക്ക് നോക്കിക്കാണാം. അനേക വർഷങ്ങളുടെ കഠിന പ്രയത്നങ്ങൾക്കൊടുവിലാണ് ഈ ശില്പം പൂർത്തീകരിക്കാനായത്. ഗംഗാധീശ്വരനായ ശിവൻ ഭഗവാന്റെ ശില്പമാണ് നിർമ്മിച്ചിരിക്കുന്നത്. വളരെ വിശദാംശങ്ങൾ അടങ്ങുന്ന രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഭൂമിയിലേക്ക് ഗംഗാദേവിയെ ഒഴുക്കി വിടുമ്പോൾ ഉണ്ടാകുന്ന ഭാവങ്ങൾ മനോഹരമായി ഈ ശില്പത്തിൽ ആവിഷ്കരിച്ചിരിക്കുന്നു. ഈ ശില്പത്തിൻ്റെ ഭാവങ്ങളുടെ മനോഹരത നിങ്ങളൊന്ന് ആസ്വദിച്ചു നോക്കൂ. മനോഹരമായ കടലിൻ്റെ അലകളും കാറ്റിൻ്റെ സുഖവും മലയുടെ ഭംഗിയും ഗംഗാധീശ്വരൻ്റെ അഴകിനെ വർദ്ധിപ്പിക്കുന്നു. 58 അടിയാണ് ഈ ശില്പത്തിൻ്റെ ഉയരം. വരച്ചതിന് ശേഷം 3Dയിൽ മാറ്റി ചെറിയ ഒരു ശില്പരൂപം നിർമ്മിച്ച ശേഷം മിനിയേച്ചർ രൂപം നിർമ്മിച്ച ശേഷമാണ് വലിയ രൂപമാക്കി നിർമ്മിച്ചിരിക്കുന്നത്. സിമൻറ്റും കോൺക്രീറ്റും ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. അനന്തപുരിക്ക് എന്നും അഭിമാനിക്കാം.
എത്ര കണ്ടാലും മതി വരില്ല ഈ ശില്പത്തിൻ്റെ ഭംഗി ഇങ്ങനെ ആസ്വദിച്ചിരിക്കുവാൻ നമുക്ക് തോന്നിപ്പോകും. ക്ഷേത്രത്തിൻ്റെ മറുവശത്തേക്ക് ഇറങ്ങിച്ചെന്നാൽ പച്ചപ്പ് നിറഞ്ഞ കുന്നും വളരെ ശാന്തസുന്ദരമായ അറബിക്കടലും നമുക്ക് കാണാം. ഈ വശത്തായി നിങ്ങൾ കാണുന്നത് അടിമല കത്തോലിക് ചർച്ചാണ്. ചൊവ്വര ബീച്ചെന്നും ഈ പ്രദേശത്ത് പറയപ്പെടും. ഇവിടെ അനേകം റിസോർട്ടുകളുണ്ട്. ഈ വശത്തായി കാണുന്നതാണ് ട്രാവൻകൂർ റിസോർട്ട്. വളരെ മനോഹാരിത നിറഞ്ഞതാണ്. ബീച്ചിലൂടെ നടന്നു പോകുമ്പോൾ ചില ഭാഗങ്ങളിൽ മണലിന് പകരം ചിപ്പികൾ അടിഞ്ഞു കിടക്കുന്നത് കാണാം. വളരെ മനോഹരമായ കാഴ്ചയാണിത്. കണ്ടു നോക്കൂ, എത്ര കണ്ടാലും മതി വരില്ല. ആഴിമല ശിവക്ഷേത്രം സന്ദർശിക്കാൻ എത്തുകയാണെങ്കിൽ അതിരാവിലെയോ വൈകുന്നേരങ്ങളിലോ എത്തിച്ചേരാൻ ശ്രമിക്കുക. നവംബർ മുതൽ മെയ് മാസം വരെയാണ് നല്ല കാലാവസ്ഥ. അപ്പോൾ നിങ്ങളിവിടെ എത്തിച്ചേരാൻ ശ്രമിക്കുക. തീർച്ചയായും നിങ്ങൾക്ക് ഈ ശിവക്ഷേത്രവും ഇവിടുത്തെ പ്രകൃതി ഭംഗിയും ഇഷ്ടപ്പെടും. കാഴ്ചകളെല്ലാം സമർപ്പിച്ചത് നിങ്ങളുടെ സ്വന്തം ബാവ്യൂസ്.